السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിലെ ആദ്യത്തെ രാത്രിയായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും. ഇത് ആദ്യത്തെ രാത്രിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന പവിത്രമാക്കപ്പെട്ട മാസത്തിൽ ഏറ്റവും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടതും സംസാരിച്ചിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ വിഷയമാണ് സ്വർഗം എന്നുള്ളത്. എന്താണ് സ്വർഗമെന്നും എന്തൊക്കെയാണ് അവിടെ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത് എന്നും എന്താണ് അവിടെയുള്ള അനുഗ്രഹങ്ങളും അനുഭൂതികളും സന്തോഷങ്ങളും എന്നുമെല്ലാം തിരിച്ചറിയുമ്പോൾ ആ സ്വർഗത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഏറെ പരിശ്രമിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത. സ്വർഗമെന്നത് അള്ളാഹു അവൻ്റെ ഔലിയാക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ച മഹത്തരമായ സമ്മാനമാണ്. ഒരു നേരിയ ഒരു ചെറിയ അളവിലുള്ള കുറവോ പോരായ്മയോ സ്വർഗത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല. തെളിമയാർന്ന വെള്ളം മലിനമാകും, എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം അത് ഒരിക്കലും മലിനമാകുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ ശോഭ, അത് നിറം മങ്ങുന്ന, അതിൻ്റെ വെട്ടം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. فلا تعلم نفس, ഒരു നഫ്സും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് എന്താണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, മിൻ ഖുർറത്തി അഅ്യുൻ, കണ്ണിന് കുളിർമ നൽകുന്ന എന്തൊക്കെയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരു നഫ്സിനും അറിയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അതവർക്ക് അവർ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ പ്രതിഫലമായി കൊണ്ടാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഅദത്തു ലിഇബാദിയ സ്സാലിഹീന, എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേൾക്കാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാത്ത സ്വർഗം ഞാൻ എൻ്റെ സ്വാലിഹീങ്ങൾക്ക് വേണ്ടി, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഹദീസ് സൂചിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കണ്ണിന് കൺകുളിർമ ഉണ്ടാക്കുന്നതാണ് സ്വർഗം എന്നത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ കണ്ണ് കുളിർക്കുക? എപ്പോഴാണ് കണ്ണിന് ഒരു കുളിർമ ലഭിക്കുക? സന്തോഷം ഉണ്ടാകുമ്പോഴാണ്, സന്തോഷം ഉണ്ടാകുന്ന സമയത്താണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കരച്ചിൽ എന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തൻ്റെ സാദുൽ മആദിൽ 10 ഇനങ്ങളാണ്. കരച്ചിലിന് 10 രൂപങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അനിയത്തിമാരൊക്കെ കരയുമ്പോൾ നമ്മൾ പറയും ഇത് ആക്ഷൻ കരച്ചിലാണ്, ഇത് ശരിക്കുള്ള കരച്ചിലല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
എന്നാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള 10 എണ്ണമാക്കി അതിനെ വേർതിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ്. ഒന്ന് ബുകാ ഉൽ ഫർഹി വസ്സുറൂർ, സന്തോഷത്തിന്റെ സമയത്തുള്ള കരച്ചിൽ. മറ്റൊന്ന് ബുകാ ഉൽ ഹുസ്ൻ, നമുക്ക് വിഷമം ഉണ്ടാകുന്ന സന്ദർഭത്തിലുള്ള കരച്ചിൽ. ഈ 2 കരച്ചിലും വരുന്ന കണ്ണീരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു വെക്കുന്നത്. സന്തോഷത്തിൽ ഒരാൾ കരയുമ്പോൾ അവൻ്റെ കണ്ണുനീർ നല്ല തണുത്തതായിരിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, സന്തോഷത്തിൻ്റെതല്ലാത്ത സന്ദർഭത്തിൽ, വിഷമഘട്ടത്തിൽ ഒരാൾ കരയുകയാണ് എങ്കിൽ ആ കണ്ണുനീർ ചൂടേറിയതായിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ കണ്ണിന് കുളിർമ ലഭിക്കുന്നത് അങ്ങേയറ്റത്തെ സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ കരയുമ്പോഴാണ്. ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള ചെറുപ്പകാലത്തെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അതോടൊപ്പം തന്നെ അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള. അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം കരയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക, എന്താണ് ഉമറെ താങ്കളെ കരയിപ്പിക്കുന്നത്? എന്താണ് മോനെ നീ കരയുന്നത്, എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ആ ചെറിയ കുട്ടി പറയുന്നത്, ദക്കർത്തുൽ മൗത്ത്, ഞാൻ മരണത്തെ ഓർത്തു ഉമ്മ, അതിൻ്റെ പേരിലാണ് ഞാൻ കരയുന്നത് എന്ന്. ഇത് കേട്ട മാത്രയിൽ ഉമ്മ കരഞ്ഞു എന്ന്, ഉമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞു എന്ന്. പണ്ഡിതന്മാർ ഈ ചരിത്രം എടുത്തുദ്ധരിക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഉമ്മ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഖലീഫയായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഉമ്മ സന്തോഷം കൊണ്ടാണ് കരയുന്നത്. ചരിത്രത്തിലെ ഒരിക്കലും മായ്ക്കപ്പെടാത്ത ഒരു ഏടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടം. അദ്ദേഹം എല്ലാ സുഖജീവിതവും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക്, എല്ലാ സാധാരണക്കാർക്കും സൗജന്യമായ വീട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ സമയത്തുണ്ടായിട്ടുണ്ട്. സൗജന്യമായ വാഹനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ജീവിച്ചത് അങ്ങേയറ്റത്തെ സുഹൃതോടുകൂടി അദ്ദേഹം ജീവിച്ചു തീർത്തു എന്ന് നമുക്ക് കാണാം. അപ്പൊ കണ്ണിന് കുളിർമ ലഭിക്കുന്ന രംഗമാണ് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത്. സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിപ്പം, അതിൻ്റെ വ്യാപ്തിയും മനസ്സിലാകുവാൻ ദുനിയാവിനോട് നമ്മൾ താരതമ്യം ചെയ്താൽ ദുനിയാവ് വെറും നിന്ദതയുള്ളതും വില കുറഞ്ഞതുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇമാം ബുഖാരി റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്, മൗളിഉ സൗതിൻ ഫിൽ ജന്നതി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ഒരു ചാട്ടവാറു വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് ദുനിയാവിനേക്കാളും ഖൈറുൻ മിനദ് ദുനിയ, ദുനിയാവിനേക്കാളും, ആ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം മഹത്തരമാണ് ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം എന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ചാട്ടവാറ് വെക്കാൻ നേരിയ സ്ഥലമാണ് ആവശ്യം. അങ്ങനെയുള്ള ഒരു സ്ഥലം കിട്ടിയാൽ അതാണ് ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഏറ്റവും ഹൈറ് എന്നത്. അത്രയും മഹത്വമേറിയതാണ് സ്വർഗം, അത്രയും വിശാലവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് ഒരുക്കി വെച്ചതിൽ ഏറ്റവും ഉന്നതമായതാണ് സ്വർഗം. ആ സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്നുള്ള മോചനവും നമുക്ക് ലഭിക്കുക അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം. അള്ളാഹു നമുക്ക് അവൻ്റെ റഹ്മത്ത് കനിഞ്ഞരുളിയാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സൂറത്തു ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ നൽകപ്പെടും. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാതുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ദുനിയാവ് എന്നത്, ഐഹിക ജീവിതം എന്നത് കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ഫഖദ് ഫാസ് എന്നാണ്. അവൻ തീർച്ചയായും അവൻ വിജയിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സ്വർഗം
ഒരുക്കി വെച്ചിട്ടുള്ളത്. സൂറത്തു തൗബയിലെ 72-ാമത്തെ ആയത്തിൽ വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജന്നാത്തിൻ തജ്രി, അവർക്ക് സ്വർഗത്തോപ്പുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുള്ളതാണത്? തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകിപ്പോകുന്നുണ്ട്. ഖാലിദീന ഫീഹ, എന്നെന്നും നിത്യവാസികളായിരിക്കും അവർ. വമസാകിന ത്വയ്യിബ, അതോടൊപ്പം തന്നെ സ്ഥിരവാസമുള്ള തോട്ടങ്ങളും വിശിഷ്ടമായ പാർപ്പിടങ്ങളും അവർക്കവിടെ ഉണ്ട്. വരദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയും അവർക്കവിടെ ഉണ്ടാകും. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് മഹത്തരമായ വിജയം. സ്വർഗമെന്നത് നമുക്ക് എപ്പോഴും താമസിക്കാനുള്ള, അതിൽ നിന്നൊരു മടക്കമില്ല. അതോടൊപ്പം തന്നെ നല്ല താമസ സ്ഥലവും സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനേറെ, ഇതിനേക്കാളെല്ലാം ഉന്നതമായതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അത് സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് ലഭിക്കുമെന്നത്. സൂറത്തു നിസായിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് തിൽക ഹുദൂദുല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ പരിധി എന്നത്. വമൻ യുതിഇല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചു കഴിഞ്ഞാൽ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. ഖാലിദീന ഫീഹാ, നിത്യവാസികളായിരിക്കും അവർ. ദാലികൽ ഫൗസുൽ അലീം, അതാണ് മഹത്തരമായ വിജയം. സൂറത്തു ആൽ ഇംറാനിലെ 133-ാമത്തെ ആയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ്. അള്ളാഹു പറയുന്നത് വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർളുഹസ് സമാവാതു വൽ അർള്, അതിൻ്റെ വിശാലത എന്നത് ആകാശഭൂമികളോളം വിശാലതയുള്ളതാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. സ്വർഗ ലോകമെന്നത് ആകാശഭൂമികളോളം അതിൻ്റെ വിശാലമുണ്ട്. ആകാശഭൂമികളോളം വിശാലം എന്ന് പറയുമ്പോൾ അർളിലാണ് ആ വിശാലത, വീതിയിലാണ് ആ വിശാലത, നീളത്തിലല്ല. നീളത്തിൽ എത്രയെന്നുള്ളത് അതിനേക്കാളും അങ്ങേയറ്റം. നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് കാണാൻ പറ്റുന്ന യൂണിവേഴ്സ് എന്നാണ് സയൻസ് യൂണിവേഴ്സിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ അവർ പറയുന്നത്. ഇന്നേ വരെ യൂണിവേഴ്സ് മുഴുവനായി സയൻസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്നാണ് അവർ പറയാം. ഇന്ന് കാണാൻ പറ്റുന്നത് ഇത്രയാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനിയും കണ്ടെത്തുന്ന ഒരവസ്ഥയുണ്ടാകുന്ന അത്രയും വിശാലമാണ് ഭൂമി എന്നത് തന്നെ. എന്നാൽ സ്വർഗലോകം അത്രയും വിശാലത ഉള്ളതായിരിക്കും. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൻ്റെ രണഭൂമിയിൽ ഓതിക്കൊടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു സ്വഹാബി വരെയും ചോദിക്കുന്നുണ്ട്, അത്രയും വിശാലതയുണ്ടോ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, നഅം, അതെ, അത്രയും വിശാലതയുണ്ട്. എന്നിട്ട് അദ്ദേഹം രണ്ടാമതായി ചോദിക്കുന്നത്, ഞാൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് പറയുമ്പോൾ റസൂൽ പറയും, അന്ത, നീ പ്രവേശിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് അദ്ദേഹം തിന്നുകൊണ്ടിരുന്ന ഈത്തപ്പഴം അത് പെട്ടെന്ന് തിന്ന് അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയും ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുകയാണ് എങ്കിൽ ഇന്നഹ ലഹയാത്തുൻ ത്വീല, അത് ഒരുപാട് ദീർഘസമയമുള്ള ജീവിതമാണ്, ഒന്ന് ഷഹീദായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതെറിഞ്ഞ് യുദ്ധപോർക്കളത്തിലേക്ക് അദ്ദേഹം മുന്നിട്ടു എന്ന് കാണുവാൻ സാധിക്കും. ബദറിലെ ഏറ്റവും ഷഹീദായ കൂട്ടത്തിൽ അസ്ഗറു സഹാബാക്കളുടെ കൂട്ടത്തിൽ ചെറിയ ഒരു സഹാബി ബദറിൽ പങ്കെടുത്തതായി നമുക്ക് കാണാൻ പറ്റും. ആ സഹാബി ബദർ നടക്കുമ്പോൾ റസൂൽ സ്വഫായി ആളുകളെ നിർത്തുക. എന്നാൽ ഒരു സഹാബി ഒളിച്ചു കളിക്കുകയാണ്. റസൂൽ കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ബാക്കിയുള്ള സഹാബത്തിൻ്റെ പിന്നിൽ അദ്ദേഹം ഒളിഞ്ഞു നിൽക്കുകയാണ്. ബാക്കിയുള്ള സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, എൻ്റെ വയസ്സ് ചെറുതാണ്, എന്നെ റസൂൽ കണ്ടാൽ തീർച്ചയായും റസൂൽ എന്നെ മടക്കിയാക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുകയും യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടു. റസൂലിൻ്റെ കണ്ണിൽ അദ്ദേഹം പെട്ടു. റസൂൽ പറഞ്ഞു, നിനക്ക് പങ്കെടുക്കാൻ പറ്റൂല. അദ്ദേഹം വല്ലാത്ത കരച്ചിലാണ്, അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. റസൂല് അങ്ങനെ അവസാനം അദ്ദേഹത്തിന് അനുമതി നൽകുന്നു. ഉമൈർ ഇബ്നു അബി വഖാസ് റഹിമഹുള്ളയാണ് അദ്ദേഹം, റളിയല്ലാഹു അൻഹു.
സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ ബദറിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ സ്വഹാബിയായിരുന്നു. അദ്ദേഹത്തിന് 16 വയസ്സായിരുന്നു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടത്, 16 വയസ്സ് പ്രായമുള്ള ആ സ്വഹാബിക്ക് ദീനിനോടുണ്ടായ പ്രതിബദ്ധത എത്രയാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ബദറിൽ പങ്കെടുക്കണം, ബദറിൽ ഷഹീദാകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ദീനിനോട് എത്രത്തോളം കൂറ് ആ ഒരു യുവാവായ സ്വഹാബിക്കുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ ഷഹീദാകുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് അവർ നൽകിയ വിലയാണ് സ്വർഗം എന്നത്. സ്വർഗം ലഭിക്കണോ, ജീവിതം ത്യജിക്കണം. സ്വർഗം സമം ജീവിതം എന്ന ആഖ്യമാണ് അവർ കണ്ടിട്ടുള്ളത്. ആ രൂപത്തിലായിരിക്കണം സ്വർഗത്തെ നമ്മൾ കൊതിക്കേണ്ടത് എന്നാണ് സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തു സുമറിലെ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു വചനമുണ്ട്. അതായത് മുഅ്മിന്റെ ജീവിതത്തിലെ വളരെ സന്തോഷമായ ഒരു മുഹൂർത്തമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുഹൂർത്തം. നമ്മളത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആളുകളും കൂട്ടം കൂട്ടമായി ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയും മഹത്തായ മലക്കുകൾ സമാധാനത്തോടെ അവരെ വരവേൽക്കുന്ന ഒരു രംഗം, വല്ലാത്ത അനുഭൂതി നിറഞ്ഞ, മനസ്സിന് വല്ലാത്ത ശാന്തി നൽകുന്ന ഒരു രംഗമാണത്. അള്ളാഹു പറഞ്ഞു വെക്കുന്നത് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി അവർ ആനയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹ, അവരവിടെ എത്തിക്കഴിഞ്ഞാൽ വഫുതിഹത് അബ്വാബുഹ, അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹ, അവിടെയുള്ള കാവൽക്കാർ അവരോട് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ നന്മകൾ ചെയ്തു, അതുകൊണ്ട് അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഫദ്ഖുലൂഹാ, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഖാലിദീൻ, നിത്യവാസികളായിട്ട് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും. ഇവിടെയാണ് സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു രംഗം. അതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ശാന്തി നൽകുന്ന രംഗമാണ്. എന്നാൽ അതേ സമയത്ത് അങ്ങനെ ഒരു രംഗം നമുക്കില്ല എങ്കിൽ വലിയ നഷ്ടമാണ് അത് നമുക്ക് നേടിത്തരുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന ആയത്ത് കേട്ട മാത്രയിൽ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, സ്വർഗലോകം അത്രയും വിശാലമാണ്, എന്നാൽ ആ സ്വർഗലോകത്തേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എത്ര തന്നെ വിശാലതയുള്ളതാണെങ്കിലും എനിക്ക് എന്താണ് നേട്ടം എന്നാണ് ആ ആയത്തോതിയിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെയാണ് സ്വർഗം ലഭിക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിലേക്ക് എല്ലാ ആളുകളും അതിൻ്റെ വാതിൽക്കൽ നിൽക്കുകയും ആ സന്ദർഭത്തിൽ വാതിൽ തുറക്കപ്പെടാത്ത ഒരവസ്ഥയുണ്ടാകും. മുഅ്മിനീങ്ങൾ എല്ലാ ആളുകളും സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലയും മറ്റുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫയഖൂമുൽ മുഅ്മിനൂന ഹത്താ തുസ്ലഫ ലഹുമുൽ ജന്ന, സ്വർഗത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവരവിടെ സ്വർഗത്തിൻ്റെ അടുത്ത വാതിലിൽ നിൽക്കുകയാണ്. ഫയഖൂന ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് വരും. ഫയഖൂലൂന, എന്നിട്ട് പറയും യാ അബാന, ഓ നമ്മുടെ പിതാവേ, ഇസ്തഫ്തിഹ് ലനൽ ജന്ന, സ്വർഗമൊന്ന് തുറന്നു തരണം എന്ന് ആദം നബിയോട് ആവശ്യപ്പെടും മുഅ്മിനീങ്ങൾ എല്ലാ ആളുകളും. ആ സമയത്ത് ആദം നബി പറയും വഅൽ ഉഖ്റജകും മിനൽ ജന്നതി ഇല്ലാ ഖതീഅതു അബീകും ആദം, ഞാൻ പുറത്താക്കപ്പെട്ടത്, നിങ്ങളും ഞാനും എല്ലാം പുറത്താക്കപ്പെട്ടത്, നിങ്ങൾ ദുനിയാവിലേക്ക് എത്തപ്പെട്ടത് എൻ്റെ ഒരു തിന്മ കാരണമാണ്. ഞാനൊരു തിന്മ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാന്നുള്ളത് എനിക്ക് പറ്റൂല എന്ന് പറയും. ലസ്തു ബിസാഹിബി ദാലിക്, ഞാൻ ആ വ്യക്തിയല്ല, അതിനർഹനായ ആളല്ല. അങ്ങനെ ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് പോകാൻ പറയുകയും ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് പോവുകയും ഇബ്രാഹിം നബിയും അതേ വർത്തമാനം പറയും, ലസ്തു ബിസാഹിബി ദാലിക്, ഞാൻ അതിന് അർഹനല്ല എന്ന് പറയും. കാരണം ഇബ്രാഹിം നബി കളവ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇബ്രാഹിം നബി പറയുന്നത്. അതെന്തല്ല, ഒരു കളവല്ല, പക്ഷെ ആ സന്ദർഭത്തിൽ അവർ ചെയ്ത ആ കാര്യം അതവർക്ക് ഏറ്റവും വലുതായി അനുഭവപ്പെടാൻ. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വരും. മൂസാ നബി പറയുന്നത്, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. അടിച്ച സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മൂസാ നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരാളെ മൂസാ നബി അടിക്കുകയും ആ അടിയിൽ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിൽ തന്നെ ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയും ഫയഖൂമു ഫയുദ്ദനു ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അള്ളാഹുവിനോട് ഷഫാഅത്തിനെ തേടുകയും അള്ളാഹു ഷഫാഅത്തിന് അനുമതി നൽകുകയും സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അവിടെയാണ് സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തോടു കൂടിയിട്ട് ആ ഷഫാഅത്തോടു കൂടി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. സിറാത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വർഗത്തിലേക്കാണ്. എന്നാൽ അതിൻ്റെ ഇടയിലും ചെറിയ ഒരു പാലമുണ്ട്. സിറാത്ത് കഴിഞ്ഞാലും ഒരു പാലമുണ്ട്. അതിനെയാണ് ഖന്തറ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. സിറാത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ സ്വർഗത്തിലേക്കാണ്. പിന്നെ എന്തിനാണ് ആ പാലം എന്നുള്ളത്? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, യഖ്ലുസുൽ മുഅ്മിനൂന മിനൻ നാർ ഫയുഹ്ബസൂന അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നതി വന്നാർ. അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെന്തുണ്ടാകും? സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഖന്തറ, ഒരു പാലം ഉണ്ടാകും. ഫയുഖസ്സു ലിബഅലിഹിം മിൻ ബഅലിൻ മളാലിമു കാനത് ബൈനഹും ഫിദ് ദുനിയ. ദുനിയാവിൽ അവർക്കിടയിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ, അവർക്കിടയിലുണ്ടായ ചില അക്രമങ്ങൾ, അതെന്ത് ചെയ്യും? അവിടെ വെച്ച് അല്ലാഹു തീരുമാനമാക്കും. അവിടെ വെച്ച് അത് അല്ലാഹു തീരുമാനമാക്കും. ഹത്താ ഇദാ ഹുദ്ദിബു വനുഖു ഉദിന ലഹും ഫീ ദുഖൂലിൽ ജന്ന. മനസ്സിലുള്ള മോശമായ എന്തെങ്കിലും അസൂയകൾ, ചെറിയ തിന്മകൾ, അതെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ ആ ഖന്തറയിലാണ് ഉണ്ടാവുക. എന്തെങ്കിലും ബാക്കിയുള്ള അസ്വാരസ്യങ്ങളും അസൂയകളും കോപങ്ങളും ദേഷ്യങ്ങളും എല്ലാം അത് അവിടെ വെച്ച് അല്ലാഹു എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. ഫവല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി. മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്? അവൻ തന്നെയാണ് സത്യം. ലഅഹദുഹും അഹ്ദാ ബിമൻസിലിഹി ഫിൽ ജന്നതി മിൻഹു ബിമൻസിലിഹി കാന ഫിദ് ദുനിയ. അപ്പോൾ അതാണ് ഖന്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പരസ്പരം തമ്മിൽ ചെയ്ത എന്തെങ്കിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതെന്ത് ചെയ്യും? അല്ലാഹു അവിടെ തീരുമാനമാക്കും. ഒരാൾ മറ്റൊരാളെ കുറിച്ച് മോശമായത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അവിടെ വെച്ച് തീരുമാനിക്കപ്പെടുന്ന അവസ്ഥയാണ്. അവിടെയാണ് പണ്ഡിതന്മാർ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അസ്സൗമു ലീ, എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്, അല്ലാഹു പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണെന്നാണ്, നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണെന്നാണ്. നോമ്പ് എന്ത് ചെയ്യൂല? നോമ്പ് ഒരാളുടെ നോമ്പും എടുത്തു കൊടുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. നന്മകളിൽ പലതും ചെയ്യും, നമ്മൾ ചെയ്ത നന്മകൾ അത് ഖിസാസിലേക്ക് വിധേയമാകും. ചിലപ്പോൾ നമ്മളിൽ നിന്ന് ബാക്കിയുള്ള ആളുകളിലേക്ക് എടുത്തു കൊടുക്കപ്പെടും. എന്നാൽ നോമ്പ് എന്ത് ചെയ്യൂല? കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം അല്ലാഹു പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് ആ നോമ്പിന് പ്രതിഫലം നൽകുക എന്നതുകൊണ്ട് തന്നെ നോമ്പ് കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള പറഞ്ഞു വെക്കുന്നത്, വഹാദൽ ഖിസാസു ഗൈറുൽ ഖിസാസിൽ അവ്വൽ. ഇവിടെ നടക്കുന്ന ഖിസാസ്, ഖന്തറയിൽ നടക്കുന്ന ഖിസാസ് എന്നത്, ഇത് പ്രതിക്രിയ എന്നത് മുമ്പ് നടന്നതുപോലെയുള്ള പ്രതിക്രിയയല്ല. അല്ലദീ ഫി അറസാത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? ഒരു പ്രതിക്രിയയുണ്ട്, അതുപോലത്തതല്ല. ലിഅന്ന ഹാദാ ഖിസാസുൻ അഖസ്, ഇത് പ്രത്യേകമായ ഒരു പ്രതിക്രിയയാണ്. ലിഅജലി അൻ യദ്ഹബൽ ഗിൽ വൽ ഹിഖ്ദ് വൽ ബഗ്ദാ അല്ലതി ഫീ ഖുലൂബിൻ നാസ്. ജനങ്ങളുടെ മനസ്സിലുള്ള അസൂയയും കുശുമ്പും അതേപോലെ തന്നെ ദേഷ്യവും ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫയകൂനു ഹാദാ ബിമൻസിലത്തി തൻഖിയതി വത്തത്ഹീർ, ഇത് ഒരാളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വദാലിക ലിഅന്ന മാ ഫിൽ ഖുലൂബി ലാ യസൂലു ബിമുജറദിൽ ഖിസാസ് ഫഹാദിഹിൽ ഖന്തറ അല്ലതി ബൈനൽ ജന്നതി വന്നാർ ലിഅജലി തൻഖിയതി മാ ഫിൽ ഖുലൂബ് ഹത്താ യദ്ഖുലുൽ ജന്ന വലൈസ ഫീ ഖുലൂബിഹിം ഗില്ലുൻ. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യാതൊരു ഗില്ലും, ഒരു അസൂയയുടെ ഒരു കണിക പോലും എന്ത് ചെയ്യൂല? ഹൃദയത്തിൽ ബാക്കിയാവൂല. സ്വർഗത്തിൽ പ്രവേശിച്ച ആൾ അദ്ദേഹത്തെക്കാളും ഏറ്റവും ഉന്നതിയുടെ സ്വർഗത്തിൽ പാർക്കുന്ന ഒരാളെ കാണും. എന്നാൽ എന്ത് ചെയ്യൂല? ഓൻ എത്ര വലിയ സ്വർഗത്തിലാണ്, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്ന ഒരു ആലോചന ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ്. എല്ലാ ആളുകളുടെയും ഹൃദയം ഖുലൂബുഹും വാഹിദ എന്നാണ് ഹദീസ് പറയുന്നത്. എല്ലാ ആളുടെയും ഹൃദയം ഒറ്റ ഹൃദയത്തെ പോലെ ആയിരിക്കും, ഒറ്റ ഹൃദയത്തെ പോലെ ആയിരിക്കും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ സ്വർഗത്തിൻ്റെ വാതിലുകൾ മുട്ടുന്നതിനെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. ആ സ്വർഗത്തിൻ്റെ വാതിൽ ആരാണ് മുട്ടുന്നത് എന്ന്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ
ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടാവുക എനിക്കാണ്. വഅന അവ്വലു മൻ യഖ്റഉ ബാബൽ ജന്ന, ഞാനാണ് ആദ്യമായി സ്വർഗത്തിന്റെ വാതിലുകൾ മുട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിന്റെ വാതിൽ മുട്ടുന്നത്. അത്താ ബാബൽ ജന്നതി യൗമൽ ഖിയാമ ഫസ്തഫ്തിഹ്, റസൂൽ വാതിലിന്റെ അടുക്കൽ പോയി തുറക്കാൻ വേണ്ടി പറയും. ആ സമയത്ത് ഫയഖൂലുൽ ഖാസിൻ മൻ അൻത, അവിടെയുള്ള കാവൽക്കാരൻ, സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കും, താങ്കൾ ആരാണ്? ആ സമയത്ത് പറയും മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. മലക്ക് പറയും ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, താങ്കൾ വന്ന് മുട്ടിയാലാണ് തുറക്കേണ്ടത് എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, താങ്കളുടെ മുമ്പ് ഒരാൾക്കും ഞാൻ തുറക്കുകയില്ല എന്ന് ആ മലക്ക് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസിൽ നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഏറ്റവും അവസാനം വന്ന ഉമ്മത്താണ് ആര്? നമ്മുടെ ഉമ്മത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. എന്നാൽ ആദ്യം ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരുടെ ഉമ്മത്താ? നബിയുടെ ഉമ്മത്താ. ഊതുൽ കിതാബ മിൻ ഖബ്ലിനാ വ ഊതീനാഹു മിൻ ബഅദിഹിം, നമുക്ക് വേദഗ്രന്ഥം നൽകിയതെപ്പോഴാണ്? ഏറ്റവും അവസാനം. എന്നാൽ അവർക്ക് അതിനേക്കാളും മുമ്പ് നൽകിയിട്ടുണ്ട്. ഫഹാദൽ യൗമുല്ലദി ഇഖ്തലഫു ഫീഹി ഫഹദാനല്ലാഹു ഫഗദൻ ലിൽയഹൂദ് വബഅദ ഗദിൻ ലിന്നസാറ. റസൂൽ പറയാൻ, ഈ വെള്ളിയാഴ്ച എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ദിവസമാണ്. എന്നാൽ യഹൂദികൾക്കോ ശനിയാഴ്ചയാണ്, നസാറാക്കൾക്ക് ഞായറാഴ്ചയുമാണ്. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ് അൻ യഗ്തസില ഫീ കുല്ലി സബഅതി അയ്യാമിൻ യൗമൻ, 7 ദിവസങ്ങളിൽ ഒരു ദിവസം കുളിക്കുക എന്നത് എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. യഗ്സിലു ഫീഹി റഅസഹു വജസദഹു, അവന്റെ തലയും ശരീരവുമെല്ലാം അവൻ നനക്കണം. അത് വെള്ളിയാഴ്ചയുടെ കുളിയെ പറ്റിയിട്ടാണ് ഹദീസിൽ എന്ത് ചെയ്യുന്നത്? പരാമർശിക്കുന്നത്. മറ്റൊരു ഹദീസിൽ അമ്മ ഇന്നക യാ അബാ ബക്രിൻ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, റസൂലിന്റെ കൂടെ തന്നെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ റസൂൽ സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, റസൂലെ, ഒരു വാതിലിൽ നിന്ന് ഒരാളെ വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ആ വാതിലിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വാതിലിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയും, നഅം, ഉണ്ടാകും, അതിലാണ് താങ്കൾ ഉൾപ്പെടുക എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയും. എല്ലാ വാതിലുകളിലൂടെയും പ്രവേശിക്കാൻ സാധിക്കുക എല്ലാ നന്മകളിലും ഏർപ്പെട്ട ആളുകൾക്കാണ്. അതാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ഇന്ന് രോഗിയെ സന്ദർശിച്ചവരാരാണുള്ളത്? ജനാസയെ അനുഗമിച്ചവരാരാണുള്ളത്? സ്വതക്ക നൽകിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ മൂന്നിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നിട്ടിരുന്നു. ഈ 3 നന്മയിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നിട്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട് സ്വതക്കയുടെ വിഷയത്തിൽ. ഒന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ, യുദ്ധത്തിന് യാതൊന്നും നൽകാനില്ലാത്ത ഒരവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി, നിങ്ങൾ ഈ സൈന്യത്തിന് വേണ്ടി എന്തെങ്കിലും നൽകണം, ജയ്ഷുൽ ഉസ്റ, ഈ പ്രയാസത്തിന്റെ സൈന്യത്തിനെ ഒരുക്കാൻ വേണ്ടി എന്തെങ്കിലും സ്വതക്കയായി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവരുടെ സമ്പത്തുമായി വരുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്ന് ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന നിയ്യത്തിലാണ് വരുന്നത്. അങ്ങനെ രണ്ടാളും വന്നു. റസൂല് അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ശൈലി അത് വേറിട്ട ശൈലിയാണ്. സാധാരണ സ്വതക്ക ഒരാൾ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമ്മൾ എത്രയാണെന്നാ ചോദിക്കാം, എത്രയാണ് ഓഫർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുക. എന്നാൽ റസൂൽ അവരോട് ചോദിച്ചത് എത്രയാണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്നല്ല, നിങ്ങൾ എത്രയാണ് ബാക്കി വെച്ചത് എന്നാണ്. കാരണം അവർ ബാക്കി വെക്കുന്നത് വളരെ തുച്ഛമായിരിക്കുമെന്നറിയാം. അവരൊരുപാട് കൊണ്ടുവന്നിട്ടുണ്ടാവും, ബാക്കി വെക്കുന്നത് വളരെ തുച്ഛമായിരിക്കും. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ ചോദിച്ചത്. ആ ചോദിച്ച സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പകുതി എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത് അല്ലാഹ് വറസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഞാൻ ബാക്കി വെച്ചത് എന്നാണ് പറയുന്നത്. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അബൂ ഖുഹാഫ ചോദിക്കുന്നുണ്ട്, ഉപ്പ സമ്പത്തൊക്കെ എവിടെയാണ് വെച്ചിട്ടുള്ളത്?
ആ സമയത്ത് അബൂ ഖുഹാഫക്ക് കണ്ണ് കാണാൻ പറ്റൂല, കണ്ണ് കാണാത്ത സഹാബിയാണ്. അബൂ ഖുഹാഫയോട് മകള് പറയുന്നുണ്ട്, ഉപ്പ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, താങ്കൾ ബേജാറാകണ്ട, ഉപ്പ നമുക്കുള്ള പണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുടുക്കയിൽ ഒരുപാട് കല്ലുകൾ നിറച്ച് ആ കല്ലിൻ്റെ മുകളിൽ ഒരു 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 കഷ്ണം തുണിയും പൊതിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇതിലെന്തുണ്ട്, ഒരുപാട് ദീനാറുകളും ദിർഹമുകളുണ്ട്, ഒരുപാട് ബാക്കി വെച്ചിട്ടാണ് പോയത് എന്ന് മകൾ എന്ത് ചെയ്യും, മകള് അവിടെ ആ അബൂ ഖുഹാഫക്ക് കാണിച്ചു കൊടുക്കുന്ന. അപ്പോൾ ഉപ്പയും മകളും എല്ലാ ആളുകളും ദീനിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, ആത്മാർത്ഥമായി പണിയെടുത്തിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ഒരു മകളാണെങ്കിലോ, ഉപ്പൊക്കെ കൊണ്ടുപോയിക്കണ്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്നായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാ പറയാം. അപ്പം അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ബാക്കി വെച്ചത്. ആ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുൻകടക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുപാട് നിസ്കാരം കൊണ്ട്, ഒരുപാട് നോമ്പ് കൊണ്ട്, ഒരുപാട് സക്കാത്ത് കൊണ്ടല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നിട്ടത്, മറിച്ച് ഹൃദയത്തിലുണ്ടായ ഒരു ഖൗഫാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അത്രയും ഉന്നതിയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, എല്ലാ ആളുകൾക്കും എല്ലാ നന്മയിലും എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, നിരതരാകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് സാധിക്കുക നല്ല സ്വതക്ക കൊടുക്കാൻ ചില ആളുകൾക്ക് സാധിക്കും, എന്നാൽ ചില ആളുകൾക്ക് സ്വതക്കയുടെ മേഖലയിൽ മുന്നേറാൻ സാധിക്കൂല. അവർക്ക് നിസ്കാരത്തിൻ്റെ മേഖലയിലായിരിക്കും മുന്നേറാൻ സാധിക്കുക. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് സാധിക്കുന്നതായിരിക്കില്ല. നോമ്പായിരിക്കും എന്ത് ചെയ്യാം ചില ആളുകൾക്ക് സാധിക്കുക. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് ദഅവത്തിൻ്റെ മേഖലയിൽ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഒരു പണ്ഡിതന് ഒരു കത്ത് എഴുതുന്നുണ്ട്, താങ്കൾ പഠിപ്പിക്കുന്നതൊക്കെ നിർത്തി അമലു സ്വാലിഹാത്തിൽ താങ്കൾ മുന്നേറണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചെഴുതുന്നത്, എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഈ കാര്യമാണ്, ഇതാണ് എനിക്ക് എളുപ്പമായി തോന്നുന്നത്, എന്നാൽ ബാക്കിയുള്ള കർമ്മങ്ങൾ എനിക്ക് അത്ര എളുപ്പമായി തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്ന കർമ്മത്തിൽ ഞാൻ വ്യാപൃതനാകുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മം ഏത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ വ്യാപൃതനാകാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കർമ്മത്തിലും മുന്നേറാൻ സാധിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയാണ് മുന്നേറേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്തത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ, ചില മുഅ്മിനീങ്ങൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗമുണ്ട്. ഹിസാബൊന്നും ഉണ്ടാവില്ല, അവരോട് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഹിസാബ് എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ് ഹിസാബിനെ പണ്ഡിതന്മാർ വിഭജിക്കുന്നത്. ഒന്ന് ഹിസാബു അർളാണ്, മറ്റൊന്ന് ഹിസാബു നഖ്ഷ. ഹിസാബു നഖ്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കീറി മുറിച്ച് പരിശോധിക്കും, ഓരോന്നും ചെയ്യും പരിശോധിക്കും. അള്ളാഹു എങ്ങാനും അങ്ങനെ ഹിസാബ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യൂല, രക്ഷപ്പെടൂലാണ്. ഹിസാബു നഖ്ഷിന് വിധേയമാവുക അവിശ്വാസികളായ ആളുകളാണ് ഹിസാബു നഖ്ഷിന് വിധേയമാവുക. അതേ സമയത്ത് ഹിസാബു അർള് എന്നുള്ളത് അള്ളാഹ് ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവുക ചെയ്യും, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, യസീറായ ഹിസാബ് വിചാരണ റബ്ബേ എനിക്ക് നൽകണേ. അത് ഹിസാബു അർളാണ്. അപ്പം അങ്ങനെ നമുക്ക് ഹിസാബ് കിട്ടിയാൽ എന്തേ ഉള്ളൂ, രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഓരോന്നും കീറി മുറിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തിന്മകളാണ് എന്തുള്ളത് നമ്മുടെ അടുക്കൽ ഉള്ളത്. ആ ഉള്ള നന്മയുടെ അവസ്ഥ തന്നെ അശ്രദ്ധമായി അലസമായി ചെയ്ത സൽക്കർമ്മങ്ങളാണ് നമ്മുടെ അടുക്കലുള്ളതും. അങ്ങനെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. 70000 ബിഗൈരി ഹിസാബ്, 70,000 ആളുകൾ ഹിസാബില്ലാതെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖിയ ആവശ്യപ്പെടാത്ത ആളുകളാണ്. വലാ യതതയ്യറൂൻ, അവർ വലാ യക്തബൂൻ എന്നും ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. അവർ ചികിത്സയിൽ തീയുമായി ബന്ധപ്പെട്ട ചികിത്സ ചെയ്യാത്ത ആളുകളാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യാം, ഹിസാബില്ലാതെ
സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ മറ്റു ചില ഹദീസിൽ പറയുന്നത് എല്ലാ 1000-ത്തിലും എന്തുണ്ട്, പിന്നെയും 70,000 ആളുകളുണ്ട് എന്നാണ്. ആ ഹദീസ് പല ഹദീസും ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട പല ഹദീസും ദുർബലമാണ്. എന്നാൽ എല്ലാ ഹദീസും കൂട്ടിച്ചേർക്കുമ്പോൾ എന്തിലേക്ക് എത്തുന്നുണ്ട്? സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 70,000 ആളുകൾ എന്ന് പറയുമ്പോൾ എല്ലാ 1000-ത്തിലും എന്തുണ്ട്, പിന്നെയും 70,000 ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുക, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ, അത് വിശാലമായി പറയേണ്ട ഒരു മേഖലയാണ്. എന്താണ് റുഖിയ, എന്താണ് റുഖിയ ആവശ്യപ്പെടുന്നത്, എന്താണ് ചികിത്സയിൽ തന്നെ തീ കൊണ്ടുള്ള ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണോ ഏറ്റവും ഉത്തമം, അതല്ല അങ്ങനെ അല്ലാത്ത ആളുകളാണോ എന്നൊക്കെ ഒരുപാട് പറയേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളെന്നും അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ നമുക്ക് ഭക്ഷിക്കാനുള്ളത് എന്തൊക്കെയാണ്, സ്വർഗത്തിൽ നമുക്ക് ഇണയായി ലഭിക്കുന്നത് എന്തൊക്കെയാണ് എന്നിങ്ങനെ മറ്റു വിശദാംശങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൻ്റെ ഈ ദിവസങ്ങൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു ഈ റമളാനിലൂടെ നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.